ഞാനിന്ന് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കിടുന്നത് ആരെക്കുറിച്ചാണെന്നറിയാവോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പെട്രിയ പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പെട്രിയ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളതിനെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? എന്താ ഭംഗി! പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭംഗിയുള്ളൊരു പൂവാണ് പെട്രിയ. ഇതിൻ്റെ ഇലയിൽ നമ്മൾ തൊടുമ്പോൾ സാൻഡ് പേപ്പർ തൊടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് ഇതിനെ സാൻഡ് പേപ്പർ വൈൻ എന്നും പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സൈസിൽ പേരുകളൊക്കെ ഇട്ട് ഇതിനെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് പെട്രിയ പ്ലാന്റ് എന്നാണ്. ഈ ചെടിയിൽ ഡിസംബർ മാസം മുതലാകട്ടോ വളരെയധികം പൂക്കൾ ഉണ്ടാകാറുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഇതിനകത്ത് ഒരു കൊല പൂവെങ്കിലും ഉണ്ടാകാതിരിക്കത്തില്ല. ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല പൂ പിടിക്കുന്നതിന്, എപ്പോഴും പൂവുണ്ടാവും. എന്നാൽ ധാരാളം പൂക്കൾ ഡിസംബർ മാസം മുതലായിരിക്കും. അതായത് വെയിലധികം ഉള്ളത് കൊണ്ട് അധികം പൂക്കൾ ആ സമയത്തായിരിക്കും ഉണ്ടാകാറുള്ളത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മുടെ മുറ്റം ഉണ്ടല്ലോ ഇതിൻ്റെ പൂ കൊണ്ട് അങ്ങ് നിറയും. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വെയിൽ അടിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് പൂക്കളുണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു മൂടിച്ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ ഇതങ്ങ് പടർന്ന് പന്തലിച്ച് നിറയും പൂക്കൾ ഇതിനകത്ത് വിടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പെട്രിയ പ്ലാന്റ് നടുന്ന സ്ഥലം നല്ല വെയിലുള്ളതും എന്നാൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ സൗകര്യമുള്ളതുമായ ഒരു സ്ഥലമാണെങ്കിൽ വളരെ നന്നായിരിക്കും. വെയിലിനെ കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അധികം പൂ നമ്മൾക്കത് തരികയും ചെയ്യും. ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെയുള്ള ഒരു പോട്ടി മിക്സാണ് തയ്യാറാക്കേണ്ടത്. എന്നാൽ നിലത്താണ് നമ്മളിത് നടുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യകത വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നട്ട് കഴിഞ്ഞ ശേഷം അല്പം ചാണകപ്പൊടിയോ വെള്ളമോ എല്ലുപൊടിയോ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിന് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു മൂടായതിനു ശേഷം ഇതിന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അധികം വെള്ളമോ അല്ലെങ്കിൽ അധികം വളമോ ഒന്നും കൊടുക്കണ്ട. നല്ല വെയിൽ കിട്ടിയാൽ തന്നെ ഇത് ഇഷ്ടം പോലെ പൂ നമുക്ക് തരും. അധികം പരിചരണങ്ങളോ അല്ലെങ്കിൽ അധിക കീടശല്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്ലാന്റാണ് പെട്രിയ. ഇതൊരു വള്ളിയായിട്ടിങ്ങനെ പടർന്നു പോകുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ട് അത് ആദ്യമേ അതൊന്ന് നട്ട് വെച്ച് കഴിയുമ്പോൾ അതിനൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 1.5 ആൾ പൊക്കത്തിൽ നല്ലതായിട്ടൊരു കമ്പായിട്ട് തന്നെ അങ്ങ് നിൽക്കും. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുണ്ടല്ലോ പടർത്തി വിടാനായിട്ട് പറ്റും. മതിലുകളിലും പിന്നെ വീടിൻ്റെ മുകളിലും അല്ലാതെ നമ്മൾക്ക് മറ്റുള്ള മരങ്ങളുടെ മുകളിലേക്കൊക്കെ ഇതിനെ പടർത്തി വിടാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഒത്തിരി ചെടികൾക്ക് വേണ്ടി മെനക്കെടാനായിട്ട് മടിയുള്ളവർക്കും എപ്പോഴും പൂ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും വളർത്തുവാൻ പറ്റിയൊരു പ്ലാന്റാണ് പെട്രിയ പ്ലാന്റ്. കടകളിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് 100 രൂപ മുതൽ മുകളിലോട്ടാണ്. അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പിന്നെ അവർ റേറ്റ് കൂട്ടുന്നത്. എന്നാലും ഏറ്റവും ചെറിയൊരു പ്ലാന്റിന് 100 രൂപ വിലയുണ്ട്. ഈ പ്ലാന്റ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവിൻ്റെ അടിയിൽ ചെറിയ അരികൾ ഉണ്ടായിരിക്കും. ഈ വിത്ത് പാകിയാണ് പുതിയ തൈകളെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ വളർന്നു വരുന്ന തൈ നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ 6 മാസം കൊണ്ട് അത് പൂടും. അതല്ലെങ്കിൽ 7-8 മാസത്തോളം കാലയളവ് എടുക്കാറുണ്ട് പൂവിടാനായിട്ട്. 3 സ്റ്റേജുകളിലാണ് ഈ പൂക്കൾ കാണാറുള്ളത്. ആദ്യമേ അത് നല്ല വയലറ്റ് കളറായിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു പച്ച കളറിലേക്ക് മാറും. പിന്നെ അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ഈ 3 സ്റ്റേജിൽ ഇതിനെ കാണാൻ വളരെ ഭംഗി തന്നെയാണ്. ഈ വയലറ്റ് പെട്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3 സൈസിലുള്ള പെട്രിയ പ്ലാന്റുകളുണ്ട്. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ വേറെ 2 കളറിലും, ഒരു വൈറ്റ് കളറിലും ഒരു പിങ്ക് കൂടിയ ഒരു കളറിലും ഇപ്പം പെട്രിയ വാങ്ങാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഈ പൂവ് ഉണ്ടായാൽ ഒരു 10-15 ദിവസം ഈ ഒരു വൈലറ്റ് കളറിൽ തന്നെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് 2 രീതിയിലായിട്ട് കളറുകൾ മാറുന്നത്. രണ്ടാമത് പച്ച കളറിലേക്കും മൂന്നാമത് ബ്രൗൺ കളറിലേക്കും മാറുന്നത്. പിന്നെ ഈ പൂവ് പൊഴിഞ്ഞു പോകണമെങ്കിൽ 1 മാസത്തിലധികം എടുക്കുകയും ചെയ്യും.
അപ്പോൾ അതുവരെയും ഇതിൽ ഇങ്ങനെ നല്ലതായിട്ട് നല്ല 3 രീതിയിൽ പൂക്കൾ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ വയലറ്റ് കളറുള്ള പെട്രിയ പ്ലാന്റിൻ്റെ അല്ലെ സാൻഡ് പേപ്പർ വൈൻ എന്ന ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോഴേ ഈ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത്ര ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഈ പ്ലാന്റ് എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങി ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അത് കാണുന്നവർക്കെല്ലാം ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും. അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ. 100 രൂപ കൊടുത്ത് വാങ്ങി വെക്കുന്നതിൻ്റെ ഒരു ചിലവേ ഇതിനുള്ളൂ. മറ്റുള്ള രീതിയിലുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ വളം അല്ലെങ്കിൽ സംരക്ഷണമൊന്നും ഈ പ്ലാന്റിന് ആവശ്യകതയില്ല. അതുകൊണ്ട് ചിലവ് ചുരുങ്ങിയ രീതിയിൽ മുറ്റം നിറയും ഭംഗിയാക്കാൻ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് ഈ പെട്രിയ പ്ലാന്റ്. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.